നീ പണിക്കുന്ന പോണില്ലേ? പിന്നെ ഇവിടെ കിടന്ന് ഇറങ്ങണാണല്ലോ. നിനക്ക് പണിയൊന്നുമില്ലേ? പണിയുടെ ഉള്ള ഭയങ്കര ബ്ലോക്കല്ലേ. പണി കഴിഞ്ഞിട്ട് നോക്കാം നമുക്ക്. അപ്പൊ നീ തൽക്കാലം പണിക്ക് പോകാൻ ഉദ്ദേശമില്ല അല്ലേ? നമ്മുടെ പോത്തങ്കുന്ന് പള്ളി പെരുന്നാൾ കഴിഞ്ഞിട്ടേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എന്തോ അടി നടന്നു കേട്ടല്ലോ. നമ്മുടെ ആരെങ്കിലും പെട്ടല്ലോ അവിടെ? എന്റെ രാജേടാ, നമ്മുടെ പെരുന്നാൾ കഴിഞ്ഞിട്ട് നമ്മുടെ പിള്ളേർ സെറ്റൊക്കെ പി ഊതിയും ചെണ്ട കൊണ്ടിട്ടൊക്കെ എന്നെ വീട്ടിലേക്ക് നടന്നു പോണ സമയത്താണ് നമ്മുടെ മണിയേട്ടൻ നമ്മുടെ സ്കൂട്ടറിൽ വരണത്. അപ്പൊ ഈ പിള്ളേർ ചോദിച്ചു, ഈ റോഡിലൂടെ അവിടെ വണ്ടി ഓടിച്ച് വരണം ചോദിച്ചു. പിന്നെ അവിടെ അടിയുടെ പൂരായി. മണിയേട്ടൻ കിട്ടിയിട്ടുണ്ട്. ആർക്ക് കിട്ടിയെന്ന് ആർക്കറിയാം. സൈലന്റ് വോയിസില് പിള്ളേരെ ഞാനൊന്നില്ലേ ചേട്ടാ വീട്ടില് അതെ പാല് കൂടിയാലും മധുരം കുറിക്കണ്ടാ. തിക്കുന്നേൽക്ക് നമുക്ക് കൂട്ടാണ്ടാ. ഇവിടെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കുള്ളൂ. കഴിക്കാൻ ഇഡ്ഡലിയുണ്ട്, ഉഴുന്നുവടയുണ്ട്, ബോണ്ടയുണ്ട്, മുട്ട പുഴുങ്ങിയതുണ്ട്. നമ്മുടെ അന്തോണിയേട്ടനെ മോല്ലേ നാളെ കല്യാണം കഴിഞ്ഞത് നിക്കോളാസ്. അവനും പെണ്ണും കൂടിയിട്ട് പള്ളിയിൽ അമ്പ കാണാൻ പോയതാ. അവന്റെ പെണ്ണിനെ ആരോ നോക്കിന്ന് പറഞ്ഞിട്ട് അവള് പോയിട്ട് അവനോടാ പറഞ്ഞു. പിന്നെ അവിടെ 5 അടിയുള്ള മനുഷ്യൻ 7 അടിയില അവനെ നോക്കിയ കാരണല്ല കണ്ടത്. അവന് നോക്കാണ്ടിരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ കാണില്ലല്ലോ, വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അതന്നെ അങ്ങനെ നോക്കാൻ പറ്റാത്ത സാധനം ചാക്കിട്ടും മുടി വെച്ചോട്ടെ, അത് നല്ലത്. മോനെ അവള് ലോകസുന്ദരൊന്നല്ല, കരിഞ്ഞൊരു അന്വേഷിച്ച് കിട്ടിയതല്ല. ചിലപ്പോ അതുകൊണ്ടാവും. കണ്ടിട്ടില്ലേ എന്റെ പൊന്നു മോനെ, ഇതൊരു ചെറിയ ചായക്കടല്ലേ. വന്ന പോട്ട് തുടങ്ങിയത് ഞങ്ങൾക്ക് ഇപ്പൊ 8 കഴിച്ചത് അവനെന്ന് അറിയില്ല. ഞാൻ ഒരു 2 എണ്ണം ഉണ്ട് പൊന്നു മോനെ എനിക്ക് കഴിക്കാനുള്ളത്. ഇനി നീ ചോദിക്കരുത് കേട്ടാ. നിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞോളൂ. എന്ത് പറ്റണത്? ഈ ആവശ്യമില്ലാത്ത പണിക്കൊക്കെ പോണ. പെരുന്നാളിന് പോയി കഴിഞ്ഞാൽ നിനക്ക് പെരുന്നാളിന് 2 വന്നാൽ മതി. മനസ്സിലായി മുതലാളി. ഇതെന്റെ പറ്റു പറയാ. ഞാൻ വിളിക്കുമ്പോ നീ വന്നാ മതി. പണിക്കാരി എങ്ങനെ കൊണ്ട് നടക്കാന്ന് വെച്ചിട്ടാ. അത്രയല്ലേ കഴിച്ചാ നീ? ഒരു 12 ഇഡ്ഡലി, 20 പിന്നെ ഒരു ചായ. വട കഴിച്ചാ? 120, 140 രൂപ. 140. വേണ്ട, കാശ് വന്നിട്ട് പോയാ മതി. എന്റെ തരികടയൊന്നും എന്റെ അടുത്ത് വേണ്ട. ക്യാഷ് ഇല്ലെങ്കിൽ നിന്റെ സഞ്ചിയും ഫോണൊക്കെ ഇവിടെ വെച്ചോ. അല്ലാണ്ട് സംഗതി നടക്കില്ല. കാരണം ഇതൊരു ചെറിയ കടയാണ്. ചേട്ടാ ഞാനൊരു എഴുത്തുകാരനാ. അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. സാധനം ഊരി വെച്ചോ. സ്ഥലം കലയൊക്കെ നോക്കിക്കോ. നമ്മൾക്ക് കഴിച്ചു കഴിഞ്ഞാൽ കാശ് തരണ്ടേ? ഈ സഞ്ചി മാത്രമേ ഫോണിൽ വെച്ചോ. ഞാൻ കൊടുക്കാം പൈസ. എന്താ അത് 150 രൂപ. ഇയാളിനെ ഇവിടെ ഒന്നും കണ്ടിട്ടില്ല. നീ അറിയുന്നതാണല്ലോ. ഞാൻ അറിയുന്നതല്ലേ. പിന്നെ ഏതീ മനുഷ്യൻ ആർക്കറിയാം? ഇതാണോ ചേട്ടന്റെ പേഴ്സ്? എന്തോ എങ്ങനെ ഇനിയും തല്ലാൻ കൊണ്ടുവന്നെങ്കിൽ ഒറ്റ അടിക്കാൻ തീർത്തേക്കണം. ഇല്ലെങ്കിൽ നിനക്കൊരു ഉപകാരം ചെയ്തല്ലടാ. എന്താ ഉപകാരം? മോനെ ഇനി ഞാൻ കൊന്നു
എനിക്കറിയില്ല ഇതിന് ചൂട് കറിയാ നിസ്സാരം. എന്റെ കയ്യിൽ എസ്മോടെ കഥയില്ലാതായി പോയി.